കൽക്കി തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹാഭാരത കഥയെ ഒരു ഫ്യൂച്ചർ വേൾഡുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നാഗശ്വിൻ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഇതിഹാസങ്ങളായ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിവൃത്തമാക്കി അനേകം സിനിമകൾ പല ഭാഷകളിലായി വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് കൽക്കിയെ വ്യത്യസ്തമാക്കുന്നത്? 2898 AD എന്ന കാലഘട്ടം. അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലേക്ക് നമ്മുടെ മഹാഭാരതത്തെ ബ്ലെൻഡ് ചെയ്യിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നമുക്ക് കിട്ടുക. അതുതന്നെയാണ് കൽക്കി എന്ന സിനിമയെ ഒരു വ്യത്യസ്ത അനുഭവമാക്കി തീർക്കുന്നത്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ശോഭന തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഒട്ടേറെ പ്രതിഭകൾ ഈ സിനിമയിലുണ്ട്. ബാഹുബലി സിനിമയിലൂടെയൊക്കെ പ്രഭാസിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്കറിയാം. അത്രയേറെ സ്ക്രീൻ പ്രസൻസ് ഉള്ള പ്രഭാസിനെ പലയിടത്തും നല്ല മിക്കയിടത്തും അമിതാഭ് ബച്ചൻ പിന്നിലാക്കുന്നുണ്ട്. ഈ പ്രായത്തിലും വളരെ മികച്ചൊരു പെർഫോമൻസ്, അതായത് നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് അമിതാഭ് ബച്ചനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തിയേറ്ററുകളിൽ നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സിനിമയാണ് കൽക്കി. അപ്പോൾ എല്ലാവരും അത് തിയേറ്ററിൽ പോയി കാണുക. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൽക്കി സിനിമയെക്കുറിച്ചല്ല പറയുന്നത്. മഹാഭാരത കഥയെ ഇതിവൃത്തമാക്കി എടുത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൽക്കി സിനിമയെക്കുറിച്ച് പറഞ്ഞത്. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവ് ആരാണ്? ഭീഷ്മർ, ദ്രോണാചാര്യർ, അർജുനൻ, ഭീമസേനൻ, കർണൻ, പത്മവ്യൂഹം ഭേദിച്ച അഭിമന്യു, അശ്വത്ഥമ, അങ്ങനെ വീരയോദ്ധാക്കളുടെ എണ്ണത്തിൽ ഒട്ടും കുറവുള്ള ഭൂമികയല്ല നമ്മുടെ മഹാഭാരതത്തിൻ്റെത്. എന്നാൽ ഇവരെക്കാൾ ഒക്കെ ശക്തനായ, മഹാഭാരത യുദ്ധം നിമിഷങ്ങൾ കൊണ്ട് തീർക്കാൻ സാധിക്കുമായിരുന്ന ഒരു യോദ്ധാവുണ്ട് മഹാഭാരതത്തിൽ. ഭീമന്റെയും ഹിഡിംബിയുടെയും പുത്രനായ ഘടോത്കചന്റെ പുത്രൻ ബർബരികൻ. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. ഘടോത്കചന്റെയും മൗർവിയുടെയും പുത്രനായ ബർബരികൻ ചെറുപ്പത്തിൽ തന്നെ ആയോധന കലകളിൽ സമർത്ഥനും അതീവ ധൈര്യശാലിയുമായിരുന്നു. മാതാവായ മൗർവിയാണ് അവന് യുദ്ധതന്ത്രങ്ങളുടെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. അങ്ങനെ മികച്ച യോദ്ധാവായി വളർന്നു വന്ന ബർബരികൻ മഹാദേവനെ തപസ് ചെയ്തു. ആ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ അവന് 3 ദിവ്യാസ്ത്രങ്ങൾ നൽകി. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ദിവ്യാസ്ത്രങ്ങളായിരുന്നു അത്. പിന്നീട് അഗ്നിദേവൻ ത്രിലോകങ്ങളിലും വെന്നിക്കൊടി പാറിക്കാൻ കെൽപ്പുള്ള ഒരു വില്ലും അവന് സമ്മാനിച്ചു. മഹാദേവൻ നൽകിയ ദിവ്യാസ്ത്രങ്ങളും അഗ്നിദേവൻ നൽകിയ വില്ലും അവനെ പ്രപഞ്ചത്തിൽ അജേയനാക്കി. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയം ആഗതമായി. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യോദ്ധാക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് മഹാഭാരത യുദ്ധം നിങ്ങൾക്ക് തീർക്കാൻ കഴിയും? ഇതായിരുന്നു ആ ചോദ്യം. ഭീഷ്മർ, ദ്രോണാചാര്യർ, അർജുനൻ, കർണൻ തുടങ്ങിയ വീരയോദ്ധാക്കൾ മറുപടി നൽകിയത് 20 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് ഈ യുദ്ധം തീർക്കാൻ കഴിയുമെന്നായിരുന്നു. ഇതേ ചോദ്യത്തിന് ഈ സദസ്സിലുള്ളവരെല്ലാം ഞെട്ടിക്കാൻ പോന്ന മറുപടി തരാൻ കെൽപ്പുള്ളയാൾ യുദ്ധത്തിൽ പങ്കെടുക്കാനായി കുരുക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. തന്റെ നീലക്കുതിരയുടെ പുറത്ത് മഹാദേവൻ നൽകിയ ദിവ്യാസ്ത്രങ്ങളും അഗ്നിദേവൻ നൽകിയ വില്ലുമായി കുരുക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ബർബരികൻ യാത്രാമധ്യേ തന്റെ നേരെ നടന്നെടുക്കുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടു. നീ ആരാണ് എന്ന ബ്രാഹ്മണന്റെ ചോദ്യത്തിന് ഘടോത്കചന്റെയും മൗർവിയുടെയും മകനും ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തനായ യോദ്ധാവുമായ ബർബരികനാണ് ഞാനെന്ന് അവൻ മറുപടി നൽകി. ആ ബ്രാഹ്മണൻ വേഷം മാറി വന്ന ശ്രീകൃഷ്ണനായിരുന്നു. താങ്കൾ ഒറ്റയ്ക്ക് മഹാഭാരത യുദ്ധം ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് നിനക്ക് യുദ്ധം തീർക്കാൻ കഴിയും? ബ്രാഹ്മണ വേഷത്തിൽ വന്ന ശ്രീകൃഷ്ണൻ ബർബരികനോട് ചോദിച്ചു. എനിക്കൊറ്റയ്ക്ക് മഹാഭാരത യുദ്ധം തീർക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. ആത്മവിശ്വാസത്തോടെ ബർബരികൻ മറുപടി നൽകി. അതെങ്ങനെയാണ് ഇത്രയും വലിയൊരു യുദ്ധം നിനക്ക് നിമിഷങ്ങൾ കൊണ്ട് തീർക്കാൻ സാധിക്കുന്നത്? ഇതെനിക്ക് മഹാദേവൻ സമ്മാനമായി തന്ന ദിവ്യാസ്ത്രങ്ങളാണ്. തന്റെ 3 അസ്ത്രങ്ങൾ ചൂണ്ടി ബർബരികൻ പറഞ്ഞു. ഇതിൽ ആദ്യത്തെ അസ്ത്രം കൊണ്ട് ഞാൻ എനിക്ക് നശിപ്പിക്കേണ്ടവരെ അടയാളപ്പെടുത്തും. 2ാമത്തെ അസ്ത്രം കൊണ്ട് ഞാൻ എനിക്ക് രക്ഷിക്കേണ്ടവരെ അടയാളപ്പെടുത്തും. എന്നിട്ട് 3ാമത്തെ അസ്ത്രം ഞാൻ തൊടുക്കുമ്പോൾ ഞാൻ നശിപ്പിക്കാനായി അടയാളപ്പെടുത്തിയവരെല്ലാം മരിച്ചു വീഴും. ബർബരികൻ മറുപടി നൽകി. ഈ നിൽക്കുന്ന ആൽമരത്തിലെ ഇലകളെയെല്ലാം നിനക്ക് നശിപ്പിക്കാൻ സാധിക്കുമോ? അവർ നിന്നിരുന്നതിന് തൊട്ടടുത്ത ആൽമരത്തെ ചൂണ്ടിക്കാട്ടി അവനെ വെല്ലുവിളിക്കുന്നത് പോലെ ശ്രീകൃഷ്ണൻ ചോദിച്ചു. അവൻ തന്റെ ദിവ്യാസ്ത്രങ്ങൾ എടുത്തിട്ട് ഒരു നിമിഷത്തേക്ക് കണ്ണുകൾ അടച്ചു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ആൽമരത്തിൽ നിന്ന് ഒരു ഇലയെടുത്ത് താഴെയിട്ടു. എന്നിട്ട് തന്റെ കാൽപാദം കൊണ്ട് അത് ഒളിപ്പിച്ചു. ബർബരികൻ തന്റെ ദിവ്യാസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രം ആൽമരങ്ങളിലെ ഇലകളെല്ലാം തുളച്ച് അവസാനം ശ്രീകൃഷ്ണന്റെ കാലിന് മുകളിൽ വന്നു നിന്നു. ശ്രീകൃഷ്ണൻ തന്റെ പാദം മാറ്റിയുടനെ അസ്ത്രം ആ ഇലയും തുളച്ചു കയറി. അങ്ങനെ ശ്രീകൃഷ്ണൻ ഒളിപ്പിച്ച അവസാന ഇലയും നശിപ്പിച്ച് അസ്ത്രങ്ങൾ ബർബരികന്റെ അരികിൽ തിരിച്ചെത്തി. ബർബരികന് തനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ശത്രുക്കളെ പോലും ആ അസ്ത്രം ഉപയോഗിച്ച് വകവരുത്താൻ സാധിക്കുമെന്നതിനുള്ള തെളിവായിരുന്നു അത്. താങ്കൾ ആരുടെ പക്ഷത്തു നിന്നാണ് യുദ്ധം ചെയ്യുന്നത്? അതിനുശേഷം ബ്രാഹ്മണ വേഷധാരിയായ ശ്രീകൃഷ്ണൻ ചോദിച്ചു. അതിന് ബർബരികൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. ഞാൻ എൻ്റെ മാതാവിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ ആരുടേതാണോ ദുർബലമായ പക്ഷം അവർക്ക് വേണ്ടിയായിരിക്കും ഞാൻ യുദ്ധം ചെയ്യുക. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്ക് 11 അക്ഷൗഹിണിപ്പടയും പാണ്ഡവർക്ക് 7 അക്ഷൗഹിണിപ്പടയുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പാണ്ഡവരുടെ ഭാഗത്തു നിന്നായിരിക്കും യുദ്ധം ചെയ്യുന്നത്, ബർബരികൻ പറഞ്ഞു. എന്നാൽ ആ ശബ്ദത്തിൽ സങ്കീർണമായൊരു പ്രശ്നമുണ്ടായിരുന്നു. പാണ്ഡവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ തന്റെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് കൗരവപക്ഷത്തിന് സർവനാശം വിതയ്ക്കാൻ ബർബരികന് കഴിയും.
എന്നാൽ കൗരവപ്പടയെ നയിക്കുന്ന ഭീഷ്മരെ വധിക്കാൻ ബർബറികന് കഴിയില്ല. സ്വച്ഛന്ത മൃത്യു വരമായി കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഭീഷ്മർ. താൻ എപ്പോൾ മരിക്കണമെന്ന് ഭീഷ്മർക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ തന്റെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ബർബറികന് ഭീഷ്മരെ വധിക്കാനാവില്ല. ഭീഷ്മർ മരിക്കാത്ത പക്ഷം യുദ്ധം തീരില്ല. പിന്നീട് യുദ്ധം തുടരുമ്പോൾ കൗരവപക്ഷത്തിൻ്റെതാകും ദുർബലമായ സേന. തന്റെ മാതാവിന് കൊടുത്ത വാക്കനുസരിച്ച് ബർബറികന് കൗരവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ അവന്റെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് പാണ്ഡവപക്ഷത്തുള്ളവർ എല്ലാം കൊല്ലപ്പെടും. ഫലത്തിൽ യുദ്ധത്തിനു ശേഷം ഭീഷ്മരും ബർബറികനുമല്ലാതെ വേറെ ആരും ജീവനോടെ കാണില്ല. ഈ കാര്യം ശ്രീകൃഷ്ണൻ ബർബറികനോട് വിശദീകരിച്ചു. താൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ സർവനാശമായിരിക്കും ഫലമെന്ന് അവന് മനസ്സിലായി. എന്നാൽ യുദ്ധത്തിൽ താൻ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ ശപഥം ചെയ്തതാണ്. അതിനാൽ പിന്മാറാനും കഴിയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ബർബറികൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു. അതിനു മറുപടിയായി ബ്രാഹ്മണ വേഷധാരിയായ ശ്രീകൃഷ്ണൻ ചോദിച്ചത് ബർബറികന്റെ ശിരസ്സായിരുന്നു. ഇത് കേട്ടതോടുകൂടി തന്റെ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു ബ്രാഹ്മണനല്ല എന്ന് ബർബറികന് മനസ്സിലായി. തന്റെ ശിരസ് കാണിക്കയായി നൽകാമെന്ന് ബർബറികൻ സമ്മതിച്ചു. അതിനു മുന്നോടിയായി 2 ആവശ്യങ്ങളാണ് ബർബറികൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞത്. ഒന്ന്, ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ രൂപം തനിക്ക് കാണണം. അത് കേട്ട ശ്രീകൃഷ്ണൻ തന്റെ പൂർണ്ണമായ ദൈവിക രൂപത്തിൽ ബർബറികന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുരുക്ഷേത്ര യുദ്ധം മുഴുവൻ തനിക്ക് നേരിട്ട് കാണണമെന്നായിരുന്നു ബർബറികന്റെ 2ാമത്തെ ആവശ്യം. ശ്രീകൃഷ്ണൻ അതും അംഗീകരിച്ചു. ബർബറികൻ തന്റെ ശിരസ്സറുത്ത് ശ്രീകൃഷ്ണന് നൽകി. ശ്രീകൃഷ്ണൻ ബർബറികന്റെ ശിരസ് ഒരു കുന്തത്തിൽ കോർത്ത് കുരുക്ഷേത്ര ഭൂമിക്ക് സമാന്തരമായി നിൽക്കുന്ന ഒരു വലിയ കുന്നിന്റെ മുകളിൽ സ്ഥാപിച്ചു. ശ്രീകൃഷ്ണനിൽ നിന്ന് ലഭിച്ച പ്രത്യേക വരം ഉപയോഗിച്ച് ബർബറികൻ ആ കുന്നിനു മുകളിൽ ആ യുദ്ധത്തിന് മുഴുവൻ ഒരു മൂകസാക്ഷിയായി നിന്നു. ബർബറികൻ പൂർവ്വജന്മത്തിൽ ഒരു രക്ഷനായിരുന്നുവെന്നും അന്ന് ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ശാപം കാരണമാണ് അടുത്ത ജന്മത്തിൽ ബർബറികന് തന്റെ ജീവൻ ബലി കഴിക്കേണ്ടി വന്നതുമെന്നാണ് ഐതിഹ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.